ഇവിടെ നല്ല സുഖാന്നേ. അതായത് ഇത് ബീച്ചിൻ്റെ സൈഡിലുള്ള സ്ഥലമാണേ. അപ്പോൾ ഇവിടെ പക്ഷേങ്കിൽ എന്താ സംഭവം എന്നറിയാം, മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുപ്പിയാ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല കാറ്റെല്ലാം കൊണ്ട് രണ്ടെണ്ണം അടിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അവന്മാരുടെ ശാപവും കൂടി ഞാൻ വാങ്ങിക്കേണ്ടി വരും. നല്ല സൗകര്യം അങ്ങോട്ടും പോയി കഴിഞ്ഞാട്ടെ, പക്ഷേ കുപ്പീൻ്റെ അഭിഷേകം കേട്ടോ, വൃത്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എന്താ പറയേണ്ടത്, മറ്റേ വേസ്റ്റ് എടുക്കുന്നവർ ഡൈപ്പർ എടുക്കാത്തതുകൊണ്ട് ആ ഡൈപ്പർ മുഴുവൻ തള്ളുന്നത് ഈ കടൽ തീരത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കുട്ടികളുടെ മാത്രമല്ല, വലിയ ആൾക്കാർക്കും ഉണ്ട്. ഈ പാറേൻ്റെ അടുക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഡൈപ്പറും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഞാൻ ഇതൊന്നല്ല പറയാൻ വന്നിട്ട്, ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയായിരുന്നു. ഞാൻ പറയാൻ വന്നത്, നമ്മളെ ജിജി മാരിയോ പുതിയൊരു അച്ചാർ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇന്നൊരു കമൻറ്റ് വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, പണ്ട് ടച്ചിങ്സിന് വാങ്ങി വെച്ചതുകൊണ്ട് ഗുണമായി ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് വിറ്റിട്ടെങ്കിലും ജീവിക്കാമല്ലോ എന്ന്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ജിജി മാരിയോ എന്ന് പറയുന്ന ദമ്പതികൾ അവർ ഭയങ്കര ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അടിച്ച് പിരിഞ്ചപ്പോഴും മാരിയോ പറഞ്ഞ് അവൾ ഭയങ്കര വെള്ളടിയാണ്, ഇവളും അങ്ങനെയാണ്, ഇങ്ങനെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയൽ തുടങ്ങി. ഏതായാലും ആ ചളിവാരി എറിയലിൻ്റെ പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിജി മാരിയോ പറയുന്നത് എന്താണെന്ന്, ജിജി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇനി അച്ചാർ വിറ്റിട്ടാണ് ജീവിക്കുന്നത്, എൻ്റെ അച്ചാർ എല്ലാവരും വാങ്ങിക്കണം. അന്നേരം ഒരു പാഹിയം വന്നിട്ട് കമൻറ്റ് ചെയ്തത് എന്താല്ലേ, കുറേ ടച്ചിങ്സിന് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ എന്തിനാണെന്നോ ഇങ്ങനെ ശവത്ത് കുത്തുന്നത് ഞാൻ പറയുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾ വേണമെങ്കിൽ വേണിക്കച്ചാറ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു നല്ല തുടക്കം തന്നെയാണ്. അല്ലാതെ മറ്റുള്ളവൻ്റെ കാശ് കൊടുത്തിട്ടൊന്നും ഒരിക്കലും നമ്മൾ ചാരിറ്റി തുടങ്ങരുത്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് നമ്മൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഒരു വലിയ കമ്മിറ്റി ആക്കുക. ആ കമ്മിറ്റീൻ്റെ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ അബദ്ധമില്ലാണ്ട് പോകാം. ഇല്ലെങ്കിൽ ഇതുപോലെ കേൾക്കേണ്ടി വരും. കാരണം ഒരുപാട് പേരോട് കയ്യിൽ നിന്ന് പിരിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് പുട്ടടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, കേരളത്തിലുള്ള ചാരിറ്റി പ്രവർത്തകരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് നന്നായിട്ട് മാത്രമേ ഉള്ളൂ. ഒരാൾ പോലും നശിച്ചു പോയിട്ടില്ല. പണ്ടൊക്കെ കുടിലിൽ കിടന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചാരിറ്റി കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക 3000-4000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളിലാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാരിറ്റി മേഖലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ചാരിറ്റി തുടങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സായി മാറിയ ഈ ലോകത്ത് ഇപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഈ ജിജി മാരിയോ പോലെ അവരുടെയൊക്കെ കള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്ത് വരാനുള്ള കാരണം അവരടിച്ച് പിരിഞ്ഞുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് അവർ പൈസേൻ്റെ മുകളിൽ തന്നെയാണ് പിരിഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പൈസ വീതം വെക്കുന്നതിലോ അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിലോ വന്ന ഒരാശയക്കുഴപ്പം തന്നെയാണ്. നാട്ടുകാരുടെ പണം എടുത്തിട്ടാണ്, അല്ലാതെ അവരുടെ പണമൊന്നുമല്ല. നാട്ടുകാർക്ക് നല്ല ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയുടെ സംസാരവും അവരുടെ രീതികളൊക്കെ നമ്മൾ പിന്നീട് കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരൊന്നും ഒരിക്കലും ഈ ചാരിറ്റി മേഖലയിൽ മറ്റുള്ളവരുടെ പൈസ കൊടുത്തിട്ട് പ്രവർത്തിക്കാൻ അവരൊന്നും ഒരിക്കലും യോഗ്യതയില്ലവരല്ല. അതുകൊണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അച്ചാർ വിറ്റിട്ടോ ഇങ്ങനെ എങ്ങനെയാണെങ്കിൽ അങ്ങ് ജീവിച്ചോട്ടെ. ആ അച്ചാർ വിറ്റിട്ട് ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ പണ്ടെന്തിലോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇല്ലാണ്ടെന്നാൽ മതി. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അച്ചാർ ഞാൻ വിൽക്കുന്നത് പിന്നെ ലോൺ അടക്കാനാണ്. മറ്റുള്ളവൻ്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മൾ പശുവിനെ വളർത്താൻ പാടില്ല. നമ്മൾ ചാരിറ്റി നടത്തുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളെ കയ്യിൽ ചില്ലറ വേണം. നമ്മളായിരിക്കണം, നമ്മളുടെ പൈസ ആയിരിക്കണം കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ വേറൊരുത്തിൻ്റെ പൈസ കൊടുത്തിട്ട് പിന്നെ ഇവർ ചെയ്യുന്ന കാര്യം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, സുതാര്യതയുണ്ടോ, അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസ മുഴുവൻ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർ നന്നാകാൻ പാടില്ലല്ലോ. ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വീടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്, എന്ത് ജോലി ചെയ്തിട്ടാണ്? അപ്പോൾ ഈ ചാരിറ്റിയിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടാകും. അതായിരിക്കാം ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു ടീം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ അനാഥാലയം നടത്തലാണ്. കുറേ ടീം ഇപ്പം അങ്ങനെയുണ്ട്, അനാഥാലയം നടത്തുക. കാരണം 2 അനാഥരെ കൊണ്ടുവന്നിട്ട് ആക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരാൻ തുടങ്ങും വിദേശത്തു നിന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞാൽ വിദേശികളെ കണ്ടിട്ട് തന്നെയാണ് ഇവിടെ അനാഥാലയം നടത്തുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചാരിറ്റി ചെയ്യാൻ വെമ്പി നിൽക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതെല്ലാവർക്കും പാരിക്കോരി കൊടുക്കും. അപ്പം അങ്ങനെ ചാരിറ്റി നടത്തിയത് കൊണ്ടാണ് ജിജി മാരിയൊക്കെ ഈ ഒരു ഇത് വന്നത്. ഇനി മാരിയോനെ അടുപ്പിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അടുപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അകന്നു പോയിട്ടാണ് ഉള്ളത്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് നാട്ടുകാർക്ക് എന്താ ഇതിൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടുകാരുടെ പണം അല്ലടോ. അതുമാത്രമല്ല, നാട്ടുകാരല്ല ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇട്ടത്, അവർ തന്നെയാണ്. അവരുടെ കുടുംബ പ്രശ്നം അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വിളമ്പിയത്. അല്ലാതെ വേറെ ആരാ? നമ്മളെല്ലാവരും ഞെട്ടിപ്പോയതാണ്. ഇവരുടെ ഉപദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഉപദേശമാണ്. പിന്നല്ലേ മനസ്സിലാകുന്നത് ഇവിടെ ഉപദേശവും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടിയാണ്. ഇവിടുന്ന് പറയും ദമ്പതികളെയും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് 2 ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്തിട്ട് പറയുക, ആ ഡിഷു എന്ന് പറഞ്ഞിട്ട് അടിയാന്ന് വിനിയാതെ അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് നമ്മുടെ ഭാഗത്ത്.
അപ്പോൾ ഇവരൊന്നും പറഞ്ഞാൽ മനസ്സറിഞ്ഞിട്ടൊന്നല്ല ഈ ചാരിറ്റി ചെയ്യുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിക്കാൻ ഇച്ചിരി പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഏറ്റവും നല്ല ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഉപദേശമാണ്. ഉപദേശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അതാണ്. അപ്പോൾ ഉപദേശികൾക്കാണെങ്കിൽ എല്ലാം മാർക്കറ്റ് വന്ന് ചെറിയ പൈസ ഇപ്പം അതിനെല്ലാം വേറെ എന്തെങ്കിലും പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പഴയ പോലെ ഉപദേശികളൊന്നുമല്ല. പണ്ട് ഏതൊരു സിനിമയിൽ നമ്മൾ ഇന്നസെന്റ് ഉപദേശി എന്ന് പറയുന്ന ഒരു വേഷം കെട്ടി നടക്കുന്നുണ്ട്, അതൊന്നുമല്ല ഇപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ പരിഷ്കരിച്ച് നല്ല ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഓരോ കുടുംബവും ഉപദേശത്തിന് എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 5000 മുതൽ 10000 വരെ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ജിജി മാരിയോൻ്റെ അച്ചാർ കമ്പനി അങ്ങ് വിജയിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി നോക്കുക, മറ്റുള്ളവരുടെ പൈസ അടിച്ചു മാറ്റാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസക്ക് വേണ്ടി കാത്തിരിക്കാതെ, പിന്നെ മറ്റവനെ പോലെയുള്ള, അതായത് ഒന്നിനും കൂടെ നിൽക്കാത്ത, അല്ലെങ്കിൽ ഇത്രയും അഹങ്കാരിയാണോ മാരിയോ എന്ന് വരെ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്ത്രീയോടും അത്ര വലിയ ഇതൊന്നുമില്ല, കാരണം അവരുടെ സംസാരവും നമ്മൾ കേട്ടതാണ്. പക്ഷെ അവർ ഗത്യന്തരമില്ലാതെ പറഞ്ഞാന്നാണ് ഞാൻ ഓർത്തത്. പിന്നീട് അവർക്കെതിരെ പല കഥകൾ വന്നു, അവർ സേവിക്കുന്ന പാനീയത്തെ പറ്റി വന്നു. ഇതൊക്കെ കേട്ടപ്പോഴേ അങ്ങനെ ചെയ്യുമോ ഒരു സ്ത്രീ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായി. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അച്ചാർ കമ്പനി വിജയിക്കട്ടെ, അതുപോലെ അച്ചാർ എല്ലാവരും വാങ്ങിക്കുക. ഇതുപോലെയുള്ള കമൻ്റ് ഇട്ടിട്ട് അവരെ തളർത്താൻ നോക്കണ്ട. അതായത് പിന്നെ ആ ടച്ചിങ്സിന് വേണ്ടിയിട്ട്, ആ ടച്ചിങ്സിനും നിങ്ങൾക്ക് ഇനി മേടിക്കാം. എന്നിട്ട് എന്താ പറയണ്ടേ, ഈ അച്ചാർ മേടിക്കുന്നവനെ എങ്ങനെ ഇത് കൂട്ടണം, അല്ലെ ഇത് എങ്ങനെ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവനാണ്. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾ കുപ്പീൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റേൻ്റെ പേരോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അവർക്കൊരു അബദ്ധം പറ്റി പോട്ടെ, നന്നാകാനുള്ള ഒരു അവസരം കൂടി കൊടുക്കണം, അങ്ങനെയാണ് വേണ്ടത് എപ്പോഴും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിപ്പോൾ അവർ ഇന്നലെ പറഞ്ഞപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് പലരും എടുത്തത്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ അച്ചാർ കമ്പനി വിജയിച്ചു, അച്ചാർ കമ്പനിയിലൂടെ ഞാൻ നന്നായി. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില ഉടായ്പകൾ നടക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേതൊരു ടീം ഇതേപോലെ കീ ചെയിന്, ഈ കീ ഉണ്ടാകുന്ന ചെയിന് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് 250 ഉറുപ്പ്യ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരോടും എന്ന് പറഞ്ഞ്. ആകെ കൊടുത്തത് 10 ഉറുപ്പ്യേൻ്റെ സാധനമാണ്. പക്ഷെ ഇവർ പറയുന്നത് ഇതൊരു ചാരിറ്റിയാന്ന് പറഞ്ഞിട്ട് 250 ഉറുപ്പ്യ വെച്ചിട്ട് എല്ലാവരും എടുക്കുന്നു ഗൂഗിൾ പേ. അത് കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം കൊടുത്തത് എന്ന് പറഞ്ഞാൽ 10 ഉറുപ്പ്യേൻ്റെ ആ ഒരു സാധനമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജിജി ഇപ്പം ഇതൊരു പുതിയ ബിസിനസ് ആക്കിയിട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ചാരിറ്റി ആണോ ഉദ്ദേശിക്കുന്നത് എന്നും നമുക്കറിയില്ല. ഏതായാലും ഇനി പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതല്ലേ, കിട്ടിക്കോട്ടെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നക്കുന്ന ടീം വരെയുണ്ട്. അങ്ങനെ നക്കുന്ന ടീമിൽ നിന്നും ഒരു എന്താ പറയേണ്ടത്, ഒരു വിഹിതം പാവങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത്രയായല്ലോ എന്ന് വിചാരിക്കാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ചാരിറ്റി മേഖലയിൽ എല്ലാവരും അങ്ങനെ മോശക്കാരാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരു അച്ചായൻസ് ഗോൾഡിൻ്റെ ഒരു അച്ചായൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണാനിടയായി. അയാൾ സ്വന്തം പൈസ മാത്രമാണ്, അല്ല വേറെ എവിടെ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സ്വന്തം പൈസ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു അമ്മയ്ക്കും ഒരു മകനും അദ്ദേഹം കുറച്ച് പൈസ കൊടുക്കാൻ പോയതാണേ. ആ പൈസ കൊടുക്കാൻ പോയപ്പോൾ അവരുടെ ചുമര് നിറയെ ദൈവങ്ങളുടെ ചിത്രമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ അകത്തിട്ട് കമൻറ്റ്, ഇത്രയും ദൈവം ഉണ്ടായിട്ടാണോ ഈ അമ്മയും മകനും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ, ആ കാണുന്ന ദൈവങ്ങളാണ് ഇയാളെ മുന്നിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തതെന്ന് ചിന്തിച്ചൂടെ? അങ്ങനെയും ചിന്തിക്കാലോ. അല്ല, എല്ലാം നമ്മൾ കുറ്റം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയും നമുക്ക് ചില ചിന്തകൾ വരാം. അല്ലാതെ ദൈവത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഹലിയിളകുന്ന കുറേ ടീമുകളുണ്ട്. ചില ആൾക്കാർക്ക് അതൊരു വിശ്വാസമാണ്, അതവിടെ നിന്നോട്ടെ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഇത്രയും പറഞ്ഞുകൊണ്ടെന്നാൽ നിർത്തുന്ന എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക, വീഡിയോ അങ്ങ് കയറിപ്പോട്ടായിരുന്നു. നന്ദി, നമസ്കാരം.